ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായം 7-ാം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് പൗലോസ്ലീഹ തൻ്റെ കൂടെയുള്ള കൂട്ടരെ എല്ലാവരെയും കുറിച്ച് പരാമർശിക്കുന്ന ഒരു കാര്യമാണെന്ത്? ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ജീവിതാനുഭവങ്ങളെ നോക്കിക്കാണാൻ സാധിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവവിശ്വാസത്തിൽ നിന്ന് അണുവേട വ്യതിചലിക്കാതെ ദൃഢമായിട്ട് നിലനിൽക്കും. എന്നാൽ മാനുഷികമായ കണ്ണുകൾ കൊണ്ടോ ബലഹീനമായ നേത്രങ്ങൾ കൊണ്ടോ ജീവിത സാഹചര്യങ്ങളെ, അനുഭവങ്ങളെ നോക്കിയാൽ വല്ലാതെ അസ്വസ്ഥരാകും. അസമാധാനം, പ്രതിസന്ധി, ഇത് മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു ദൈവിക പ്രകാശവും ജ്ഞാനവും ഈ ലോകത്തിൻ്റെ അവസ്ഥകളെ വിശ്വാസത്തോടെ നോക്കിക്കാണാനാണ്. അതിന് നമുക്ക് ദൈവവചനം ശ്രവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് അഭിഷേകം വേണം. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മളെല്ലാവരും പൂരിതരാകാനായിട്ടുള്ള ആഗ്രഹത്തോടും തീക്ഷ്ണതയോടും കൂടെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ സമയം ദൈവശക്തി നിറയുന്ന സമയമാണ്. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പുറപ്പാട് 20:24 വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയുന്ന സമയമാണിത്. ഒരു നിമിഷം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് എല്ലാവരും ഈശോയെ മനസ്സിലോർത്തെ. ഈശോയുടെ ശക്തി എന്നിലേക്ക് നിറയുന്ന സമയമാണ്. എനിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു പാടുപീഡകൾ സഹിച്ച് കുരിശിൽ അവസാനത്തുള്ള രക്തം പോലും എനിക്ക് വേണ്ടി ചിന്തി പെടഞ്ഞു മരിച്ച കർത്താവ്, ഈ ലോകത്തിൽ എന്നെ സഹായിക്കാൻ അവിടുന്ന് വാഗ്ദാനം ചെയ്തത് അവിടുത്തെ ആത്മാവിനെയാണ്. എൻ്റെ ജീവിതം പ്രതിസന്ധികളിലും രോഗാവസ്ഥകളിലും ദുഃഖങ്ങളിലും ദുരന്തങ്ങളിലും കടന്നു പോകുമ്പോൾ, സഹായം അന്വേഷിച്ച് എൻ്റെ കണ്ണും മനസ്സും പരതുമ്പോൾ എൻ്റെ ജീവിതത്തെ സഹായിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, എൻ്റെ ഉള്ളിലേക്ക് നിറയണമേ. നന്മ തിന്മകളെ വിവേചിച്ചറിയുന്നൊരു അഭിഷേകം എന്നിലേക്ക് നൽകണമേ. ഈ കാലഘട്ടങ്ങളിൽ ഞാനായിരിക്കുന്ന കുടുംബങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും ഒരനുഗ്രഹത്തിൻ്റെ വ്യക്തിയായി മാറുവാൻ എന്നെ തെരഞ്ഞെടുത്ത് നിയോഗിക്കണമേ. അങ്ങയുടെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഞാനായിരിക്കുന്ന സാഹചര്യങ്ങളിലും കുടുംബങ്ങളിലും മറ്റുള്ളവരെ തളർത്താനല്ല, മറ്റുള്ളവരെ ഉണർത്താൻ, അനേകരുടെ ജീവിതങ്ങളെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ എന്നെ ഒരു ഉപകരണമാക്കണമേ. കർത്താവേ, ഹോറബിൽ വെച്ച് മോശയ്ക്ക് അവിടുന്ന് നൽകിയ മുൾപ്പടർപ്പിൻ്റെ കത്തിജ്വലിക്കുന്ന ദർശനത്തിലൂടെ മോശയെ അവിടുന്ന് അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തി അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്ത് നിയോഗിച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ എനിക്ക് കൃപ ലഭിക്കാനും അനേക മക്കളിലേക്ക് ദൈവിക പ്രകാശം പകർന്നു കൊടുത്ത് അവരെ ദൈവോന്മുഖരായി നയിക്കുവാനും ഒരു അഭിഷേകം ഇപ്പോൾ എല്ലാ ദൈവമക്കളിലേക്ക് നിറയട്ടെ. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച ഈ ഒരു നിയോഗം മുമ്പിൽ വെച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറയാൻ, ആത്മാവിൽ ജ്വലിക്കാൻ ആഗ്രഹിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ ഇപ്പോൾ പൂരിതമാക്കണമേ. എൻ്റെ ജീവിതത്തിലേക്ക് ആത്മാവിൻ്റെ അഗ്നി ജ്വലിക്കട്ടെ. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജ്വലിക്കട്ടെ. കർത്താവേ, മരവിപ്പിലോ മന്ദതലോ ആയിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ എല്ലാം ജീവിതങ്ങൾ ആത്മാഗ്നിയാൽ ചൂടുപിടിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, മോശ ഹോറബിൽ കണ്ടോ മുൾപ്പടർപ്പിന്റെ ജ്വലനം പോലെ എൻ്റെ ജീവിതത്തിൽ അങ്ങേ ഹൃദയത്തിന്റെ ജ്വലനം തരണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പുതിയ അഭിഷേകം, ഒരു പുത്തൻ ചൈതന്യം നിറയ്ക്കണമേ. കർത്താവേ, എന്നിലെ ശിലാഹൃദയം മാറ്റി മാംസള ഹൃദയം നൽകണമേ. ആഗ്രഹത്തോടെ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ താഴ്ത്തി, കൈകൾ കൊട്ടി, ആഹ്ലാദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എല്ലാവരുടെ അസ്വസ്ഥതകളും അസമാധാനവും അവിശ്വാസ പീഡകളും ഹൃദയ കാഠിന്യവുമാടി ദൈവശക്തി നിറയും, ദൈവിക സാന്നിധ്യം നിറയും. തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഹോറേബിലെ കത്തും തീനാളങ്ങൾ എൻ്റെ ആത്മാവിൽ നീ കത്തിച്ചിടണമേ. പ്രാർത്ഥിച്ചേ. ഹോറേബിലെ
കത്തിച്ചിടണമേ. സീനായിലെ നീതി പ്രമാണങ്ങൾ എന്റെ ഹൃദയത്തിൽ നീ പതിച്ചിടണമേ. ആത്മാവേ, സീനായിലെ നീതി പ്രമാണങ്ങൾ എന്റെ ഹൃദയത്തിൽ നീ പതിച്ചിടണമേ. കരങ്ങളുയർത്തി കൊട്ടി ശക്തിയോടെ. ആബാ എന്റെ നാഥ, നീയേ ഏകദൈവം. വീണ്ടും ആബാ എന്റെ നാഥ, നീയേ ഏകദൈവം. ആമേൻ. ഹോരേബിലെ കത്തും തീനാളങ്ങൾ എന്റെ ആത്മാവിൽ നീ കത്തിച്ചിടണമേ. ഹോരേബിലെ കത്തും തീനാളങ്ങൾ എന്റെ ആത്മാവിൽ നീ കത്തിച്ചിടണമേ. ഹല്ലേലൂയ, ആമേൻ. കൈകൾ വീശി. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. പാടാം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. പൂർവ്വപിതാക്കൾ നിറഞ്ഞ ജ്ഞാനം, പ്രവാചകന്മാരിൽ നിറഞ്ഞ ദൈവിക അഭിഷേകം, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ തിരിച്ചറിയാൻ മാത്രം അപ്പസ്വലന്മാരുടെ ജീവിതങ്ങളെ പ്രാപ്തമാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രകാശത്താൽ എല്ലാവരും പൂരിതരാകാനുള്ള ദാഹത്തോടെ ഒരിക്കൽ കൂടെ ഒന്ന് ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വിവേകത്തിന്റെ വരം, വിവേചന ശക്തി ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും അവിടെ നിറയ്ക്കണമേ. ഈ കാലഘട്ടങ്ങളിൽ കടന്നു വരുന്ന തിന്മകളെ തിരിച്ചറിയാൻ മാത്രമുള്ള വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. നീയേ ഏകദൈവം. ആബാ പിതാവേ, ആബാ അവിടുന്നാണ് ഏക സത്യം. എന്റെ നാഥ, നീയേ പരിശുദ്ധാത്മാവേ, ബോധ്യമുള്ള ഏകദൈവം. ഈ ബോധ്യം ഉള്ളിൽ പതിക്കണമേ. നീയേ ഏകദൈവം, ഏകദൈവം. സത്യതയാണ് കൂടെ വസിക്കുന്ന ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിയട്ടെ. അനേക മക്കളുടെ മനസ്സുകൾ ദൈവവചനത്താൽ സ്പർശിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മ പ്രകാശത്താൽ നിറയപ്പെടട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഈ അടുത്ത നാളുകളിൽ കുറച്ച് ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോയ കുടുംബജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാനായിട്ട് വന്നു. ഞാൻ അവനോട് ചോദിച്ചു, എടാ മോനെ, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? നിന്റെ ജീവിത പങ്കാളി നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നത് നീ തന്നെ പറയുന്നുണ്ട്. വളരെ അനുഗ്രഹീതമായും സന്തോഷമായിട്ടും നിനക്ക് ജീവിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളോ വിഷമതകളോ ഒന്നും നിനക്ക് എടുത്ത് പറയാനായിട്ടില്ല. അതൊരു ന്യായമല്ല താനും. പിന്നെന്തിനാണ് നീ ഇതുപോലെ ഈ ലഹരിക്ക് ഇന്നും അടിമപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നത്? അവൻ ഒത്തിരി വിഷമതയോടെ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പണ്ട് ലഹരി ഒന്നും ഉപയോഗിക്കില്ലായിരുന്നു. പക്ഷേ എൻ്റെ കുറച്ച് പഠനങ്ങൾക്ക് ശേഷം കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്ത് ഞാൻ ജോലിക്ക് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് വേറെ ആരും കൂട്ടുകാരൊന്നുമില്ല. അവിടെയുള്ള കുറേ പേരുമായിട്ട് ഞാൻ സൗഹൃദത്തിലായി. ഞാൻ പോലും അറിയാതെ സാവധാനം അവരെന്നെ പലതരത്തിലുള്ളതായ ദുശീലങ്ങളിലേക്ക് പെടുത്തിയച്ച. ഞാൻ പെട്ടുപോയി. ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ ആ ഒരവസ്ഥയിൽ ഒന്നും ചെയ്യാൻ മേലാതെ അതിനോടങ്ങ് സമരസപ്പെട്ടു. ഇപ്പൊ എനിക്ക് ലഹരി ഇല്ലാതെ പറ്റത്തില്ലാത്തതായ ഒരു സ്ഥിതിവിശേഷമായിപ്പോയി അച്ഛ. എനിക്ക് എങ്ങനെയെങ്കിലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരണം. എൻ്റെ ഉള്ളിലെ വലിയ ആഗ്രഹം അച്ഛ. നോക്കിക്കേ, ആ ചെറുപ്പക്കാരന് വലിയൊരു ആഗ്രഹമുണ്ട് തിരിച്ചു വരണം. ഒരു സമയത്ത് ഒരു കൂട്ടുകെട്ടിൽ അങ്ങ് പെട്ടുപോയതാ. ഇത് ഈ ചെറുപ്പക്കാരന്റെ കാര്യം മാത്രമല്ല, കുറേയേറെ യുവതി യുവാക്കളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ഒരു സത്യം കൂടിയായത് അല്ലേ? എത്ര പേരിങ്ങനെ കൂട്ടുകെട്ടുകൾ കൊണ്ട് നശിച്ചു പോയിട്ടുണ്ടെന്ന് അറിയാമോ? ഈ ദിവസങ്ങളിൽ
ഒരന്യ മതത്തിൽപ്പെട്ട യുവാവുമായി തെറ്റായ പ്രണയബന്ധത്തിലേക്ക് വീണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു മകളെക്കുറിച്ച് ഒത്തിരി സങ്കടത്തോടെ പിതാവിനോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുക. അച്ഛാ, അവര് പല ദുരുദ്ദേശത്തോടും കൂടെയാണ് എൻ്റെ മോളെ പ്രേമിച്ചത്. ഞങ്ങൾക്ക് 2 മക്കളേ ഉള്ളൂ, അതിലിളയവളാണ് ഇവള്. അവളെ വശീകരിച്ചുകൊണ്ട് പോയവനാണെങ്കിൽ അവനൊന്നുമില്ല അച്ഛാ. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും സഹിക്കായിരുന്നു. അവനിങ്ങനെ മൊബൈലും മറ്റ് പല സാധനങ്ങളും മേടിച്ചു കൊടുത്ത് അവളെ വശീകരിച്ച് മയക്കി ഞങ്ങളുടെ അടുത്ത് പിടിച്ചു പറിച്ചോണ്ട് പോയില്ലേ അച്ഛാ. ഇങ്ങനെ പറഞ്ഞ് ആ പിതാവ് കണ്ണീരോടെ വേദനയോടെ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഓർക്കുകയാണ് മത്തായി സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായം 4-ാം വചനത്തിൽ ഈശോ പറഞ്ഞ ഒരു കാര്യം: ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്നേഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. കർത്താവ് എത്രയോ വ്യക്തമായിട്ട് കാലങ്ങൾക്ക് മുമ്പേ ഈ കാര്യങ്ങളെ മുഴുവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സത്യം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഉടനീളം ഈ വഴിതെറ്റിക്കലിന്റെ അനുഭവങ്ങൾ എല്ലാ തലങ്ങളിലും ഏറി വരിക. നിഗൂഢമായ ലക്ഷ്യത്തോടുകൂടെ പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നതായ പല പ്രണയ കുരുക്കുകളും ഈ നാളുകളിലുണ്ട്. പ്രണയത്തിൽ മാത്രമൊന്നുമല്ല, പല രീതിയിൽ ഈ നാളുകളിൽ നമ്മുടെ മക്കൾ ഒരുപാട് തരത്തിൽ വഞ്ചിതരാകുന്നുണ്ട്. ഒത്തിരിയേറെ തെറ്റായ പ്രബോധനങ്ങൾ പൗരോഹിത്യത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും നമ്മുടെ യുവതി യുവാക്കളിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ നൽകിക്കൊണ്ട് അവരുടെ ജീവിതങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് അവരുടെ ബുദ്ധിയെ അന്ധകാരത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഏറി വരിക. പബ്ജി നിരോധിച്ചപ്പോൾ വേറെ പലതും ഉടലെടുത്തിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള അവൻ്റെ പബ്ജി കളിയെക്കുറിച്ച് ആ മാതാപിതാക്കൾ എന്നോട് എപ്പോഴും പരാതി പറയാറുള്ളതാ. ഞാൻ അവരോട് ചോദിച്ചു, എടാ ഇപ്പം നിന്റെ പബ്ജിയൊക്കെ നിന്നില്ലേ, അതൊക്കെ നിരോധിച്ചില്ലേ? അപ്പം അവൻ പറയാ, അതൊന്നും കുഴപ്പമില്ല, വേറെ അതിനേക്കാൾ മെച്ചമായത് വന്നിട്ടുണ്ട്. എന്തൊരു ആവേശത്തോടു കൂടെയാണ്, എന്നാ ക്രെഡിറ്റോടു കൂടി അവൻ പറയും. നോക്കിക്കേ, അതായത് തിന്മ ചെയ്യുന്നതിൽ, അലസമായിരിക്കുന്നതിൽ എന്തൊക്കെ ഒരു അഭിമാനം, എന്തൊക്കെ ഒരു അഹങ്കാരം. ദൈവമക്കളെ, വഴിതെറ്റിപ്പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ പോകുന്ന, ബുദ്ധിയിൽ അന്ധകാരം ഭാവിച്ച് ആത്മാവ് മരവിച്ചു പോയതായ ഒരു സ്ഥിതിവിശേഷം ഈ നാളുകളിൽ ഏറി വരിക. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ശക്തമായ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യകത നമുക്കുള്ളത്. പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്കെഴുതിയ 1-ാം ലേഖനത്തിന് 6:9 പറയുകയാണ്, നിങ്ങൾ വഞ്ചിതരാകരുത്. ഇപ്രകാരം സോഷ്യൽ മീഡിയയിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും പങ്കുവയ്ക്കപ്പെടുന്ന തെറ്റായ കാര്യങ്ങളെ ആവേശത്തോടെ സ്വീകരിച്ചുകൊണ്ട് വഴിതെറ്റിപ്പോകുന്ന മക്കളുടെ സംഖ്യ ഒരുപാട് ഏറി വരിക. പ്രിയപ്പെട്ട മക്കളെ, ഒരുപാട് യുവതി യുവാക്കള്, ഒരുപാട് മാതാപിതാക്കള് ഈ കാലഘട്ടങ്ങളിൽ ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഒന്നുണ്ട്. ആ വൈദികർ ഇങ്ങനല്ലേ, ആ സിസ്റ്റർ ഇങ്ങനല്ലേ, ആ കോൺവെന്റിൽ നിന്ന് ഇറങ്ങി വന്ന സിസ്റ്റർ പറയുന്ന വാക്ക് കേട്ടില്ലേ, ഇങ്ങനെ സന്യസ്ത ജീവിതത്തെയോ പൗരോഹിത്യ ജീവിതത്തെയോ അതിനോട് വിശ്വസ്തത പുലർത്താനോ അതിന്റെ വ്രതബദ്ധമായ ജീവിതത്തോട് നീതി കാണിക്കാനോ സാധിക്കാതെ പുറഞ്ചാടിയ വ്യക്തികളെ എടുത്തുപയോഗിച്ചുകൊണ്ടും അവരിലേക്ക് തെറ്റിദ്ധാരണ ജനകമായ അന്ധകാരം പടർത്തിക്കൊണ്ടും യഥാർത്ഥ പ്രകാശത്തിൽ നിന്നും ദൈവികതയിൽ നിന്നും ഒരുപാട് വ്യക്തികളെ, കുടുംബങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ അകറ്റിക്കളയുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒന്നിനൊന്നിനെ തഴച്ചു വളരുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുക. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ ഇത്തരത്തിലുള്ള വ്യക്തികളോടും പ്രസ്ഥാനങ്ങളോടും വേണ്ടത്ര അകലം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായി യൂദാസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും ഒക്കെ പരാമർശിച്ചിട്ടുള്ളതിലേക്കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണ്. യൂദാസ് ശ്ലീഹയുടെ ലേഖനം 17-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക: എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ പവിത്രമായ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കണം. നമ്മുടെ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഐതിഹ്യത്തിൽ രൂപപ്പെട്ടു വന്ന ഒന്നല്ല, ആരോ തട്ടിക്കൂട്ടിയ ഒരു വിശ്വാസം അല്ല.
മറിച്ച് ഏക ദൈവത്തിന്റെ പുത്രനായ ഈശോ മിശിഹ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മൾക്ക് പ്രദാനം ചെയ്തിട്ടുള്ള ദൈവിക രക്ഷയുടെ പിന്നിലുള്ള ചരിത്ര അതിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന അരൂപികൾ എന്ന് പറയുന്നത് സാത്താന്റെ ശക്തികളാണ്, സാത്താന്റെ സന്തതികളാണ്. വീണ്ടും യോഹന്നാന്റെ 2-ാം ലേഖനത്തിന്റെ 9 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുൻപോട്ട് പോകുന്ന ഒരുവനും ദൈവമില്ല. അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. കണ്ടോ, എത്ര ആധികാരികവും വസ്തുനിഷ്ഠവുമായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ ഈ കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ഓർമ്മപ്പെടുത്തിയിരിക്കുക. തെറ്റായ പ്രബോധനങ്ങള് നമ്മളുടെ ജീവിതങ്ങളിലേക്ക് ഈ നാളുകളിൽ ഒരുപക്ഷെ വീട്ടിൽ കയറി വന്നിട്ട് മാത്രമായിരിക്കില്ല തന്നുകൊണ്ടിരിക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിച്ച് ഒരു നാശത്തിന്റെ പടുകുഴിയിൽ നിബന്ധിച്ചു കഴിയുമ്പോഴോ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായിട്ട് മാറുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ജാഗരൂകത പുലർത്തണമെന്ന്, ആരും നിങ്ങളെ വഴിതെറ്റിക്കരുതെന്ന് ഈശോ മിശിഹായും ആത്മാവിൽ നയിക്കപ്പെട്ട അപ്പസ്തോലന്മാരും വ്യക്തവും കൃത്യമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ഓർമ്മിപ്പിക്കുക. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ദൈവമക്കളെ പല രീതിയിൽ വഴിതെറ്റിക്കുന്ന ഒരുപാട് സാത്താന്റെ അരൂപികളുണ്ട്, അതിൻ്റെ സ്വാധീനങ്ങളുണ്ട്. അത് പല രീതിയിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാനും നമ്മുടെ ജീവിതങ്ങളെ നാശത്തിലേക്ക് നയിക്കാനും കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് അനിവാര്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് സൗജന്യ ദാനമായിട്ട് നൽകുന്ന ദൈവിക ജ്ഞാനമാണ്, ദൈവിക കൃപയാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം, കുടുംബ പ്രാർത്ഥന നടത്തണം, ദൈവവചനം വായിക്കണം. സാധിക്കുന്ന എല്ലാ അവസരങ്ങളിലും ദേവാലയത്തിൽ പോയി അവിടെയുള്ള തിരുക്കർമ്മങ്ങളിലും ആത്മീയ ശുശ്രൂഷകളിലും കൂദാശകളിലും പങ്കുചേർന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിരന്തരം ജ്വലിപ്പിക്കണം. ഈ കാലഘട്ടങ്ങളിൽ അതിന് സാധിക്കാതെ വരുന്ന ഒത്തിരി അവസ്ഥാവിശേഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. പല രീതിയിൽ പ്രതിസന്ധികളും അസ്വസ്ഥകളും രോഗപീഠകളും ദുരന്തങ്ങളും ദുഃഖങ്ങളും ലോകത്തിൽ ഉടലെടുക്കുമ്പോൾ സത്യവിശ്വാസത്തിൽ നിന്നകന്ന് പിടിച്ചു നിൽക്കാനാകാതെ പതറിപ്പോകുന്ന ഒരുപാട് ബലഹീനരായ മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ തളർന്നു പോകുമ്പോൾ സത്യസഭയിൽ ഉജ്ജ്വലിക്കേണ്ട ഒരുപാട് ദീപങ്ങൾ അണഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിന്റെ 5-ാം അധ്യായം 19-ാം അധ്യായത്തിൽ യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. എത്ര സുന്ദരമാണെന്ന് നോക്കിക്കേ. ഞാൻ പാപത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകാൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്തുന്നതിലൂടെ എൻ്റെ രക്ഷ ഞാൻ ഉറപ്പുവരുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഈ അവബോധത്തോടുകൂടെ നമുക്ക് ഒട്ടനവധി പാപത്തിന്റെ ബന്ധനങ്ങളിൽ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെയും അവരുടെയും ജീവിതങ്ങളിൽ ദൈവിക ജ്ഞാനമായിട്ട്, ദൈവിക പ്രകാശമായിട്ട്, നേർവഴി കാണിച്ചു തരാനായിട്ട് നിറയട്ടെ. ഞാനാണ് വഴി, സത്യം, ജീവൻ എന്ന് പറഞ്ഞ ഈശോ മിശിഹ യഥാർത്ഥ വഴിയായവനിൽ നിന്നും വഴിതെറ്റിക്കുന്നതായ എല്ലാ അവസ്ഥകളെയും തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവിക പ്രകാശമായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യമായ ഈശോയെ, 36-ാം സങ്കീർത്തനത്തിൻ്റെ 7-8 വചനങ്ങൾ ഓർക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്രയോ അമൂല്യം. മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകിന് തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തി അടയുന്നു. അങ്ങയുടെ ആനന്ദധാരയിൽ നിന്ന് പാനം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ സമൃദ്ധിയുണ്ട്. അങ്ങിൽ നിലയ്ക്കാത്ത ജീവന്റെ ഉറവയുണ്ട്. എന്നിട്ടും ജീവന്റെ ഉറവയായ അങ്ങയെ മറന്ന്
ലോകത്തിൻ്റെ വശ്യതകളും അതിൻ്റെ വ്യാമോഹങ്ങളും എൻ്റെ ജീവിതത്തെ പ്രലോഭിപ്പിച്ചപ്പോൾ കർത്താവേ, ഞാൻ വഴിതെറ്റിപ്പോയി, ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോയി, എന്നിലെ ദൈവിക ജ്ഞാനം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കർത്താവേ, ഞാൻ 9:17 അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? റോമാലേഖനത്തിൻ്റെ 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടും. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതികരവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ വഴിതെറ്റിച്ച ഒരുപാട് സാഹചര്യങ്ങളെ തിരിച്ചറിയാനാകാതെ ആത്മീയ ജീവിതത്തിൽ അന്ധകാരാവൃതമായ അവസ്ഥ ഞങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താവെ, ആത്മജ്ഞാനത്തിൻ്റെ കുറവാണ് ഞങ്ങളുടെ പരാധീനതകൾക്കും ഞങ്ങളുടെ പരാജയങ്ങൾക്കും കാരണമെന്നറിയുക. ഒത്തിരി ദാഹത്തോടെ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രകാശം നിറയാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. എല്ലാ ദൈവമക്കളും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ നന്മതിന്മകളെ കുറിച്ചുള്ളതായ യഥാർത്ഥ ജ്ഞാനം നൽകുക. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ഇപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിറയണമേ എന്നുള്ള ആഗ്രഹത്തോടെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവിടുത്തെ ആത്മാവിനെ പകരണമേ. ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളെ വഴിതെറ്റിക്കുന്നതായ സിനിമകൾ, സീരിയലുകൾ, വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളുടെ ഞങ്ങളുടെ ജീവിതങ്ങളെ വഴിതെറ്റിക്കുന്നതായ എല്ലാ സ്വാധീന ശക്തികളെയും ചെറുത്തു നിൽക്കുവാൻ ആത്മജ്ഞാനത്തിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ. ആത്മീയ ശക്തിയുടെ നിറവ് ഞങ്ങളിലേക്ക് പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ശക്തിയെ ഇപ്പോൾ വ്യാപരിക്കണമേ, ഇപ്പോൾ ശക്തമായി നിറയണമേ, ഒരു പുതിയ പ്രകാശം നൽകണമേ. പാപപുണ്യങ്ങളെ തിരിച്ചറിയാനായിട്ടുള്ള ശക്തിയാൽ ഞങ്ങളെ പൂരിതരാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ യാചനാരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ പരിശുദ്ധാത്മാവേ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. ആത്മാവേ നിറയണമേ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ലോക സന്തോഷങ്ങൾ വെടിയട്ടെ, ലോക സുഖേച്ഛകളെ നീങ്ങിപ്പോകട്ടെ. ഒഴുകി വരൂ. ആരാധന, ആരാധന, ആരാധന. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ ഓരോന്നിനെയും ആശീർവദിക്കുന്ന സമയമാണിത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ പ്രകാശത്താൽ നമ്മളെ പ്രകാശിപ്പിക്കും. എല്ലാവരും ഈ തിരിച്ചറിവോടുകൂടെയും ഈ ആഗ്രഹത്തോടുകൂടെയും പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉയർത്തി യേശുവേ, യേശുവേ എന്ന് വിളിച്ചു സ്തുതിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയും, കുടുംബത്തിൽ നിറയും, വ്യക്തി ജീവിതത്തിൽ നിറയും. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. കർത്താവായ യേശുവേ, സാത്താൻ നിലം പതിക്കുന്ന അങ്ങയുടെ അത്ഭുത നാമത്തിന്റെ ദൈവിക ശക്തിയാൽ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, അവരുടെ കുടുംബങ്ങളെ, പ്രസ്ഥാനങ്ങളെ, ആലയങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ ബന്ധിക്കുന്ന ദുഷ്ടാരൂപികൾ യേശു നാമത്തിൽ നിപതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ ജീവിതങ്ങളെ വഴിതെറ്റിക്കുന്ന എല്ലാതര ലോക പ്രവണതകളും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളും യേശു നാമത്തിൽ ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.